Good morning. Today we can discuss Securities and Exchange Board of India Act 1992. അപ്പോൾ നമുക്കറിയാം സെബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ ബോഡി കോർപ്പറേറ്റ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് സെബി നിലവിൽ വന്നത് എന്ന് വെച്ചാൽ ടു റെഗുലേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അതായത് തുടക്കത്തിലൊന്നും സെബിക്ക് എന്തിനുള്ള അധികാരമില്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഏബിൾ ടു എക്സസൈസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദ സ്റ്റോക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ്. അതായത് ഒരു വാച്ച് ഡോഗായിട്ട് നിൽക്കുക, അതായത് ജസ്റ്റ് ഒബ്സർവ് ദ ആക്ടിവിറ്റീസ്. ബട്ട് ദേ വർ നോട്ട് ഏബിൾ ടു എന്താ പറയുക എക്സസൈസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദ സ്റ്റോക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ്. അങ്ങനെ ഇൻ 1992 മെയിലാണ് സെബി വാസ് ഗ്രാൻറ്റഡ് ലീഗൽ സ്റ്റാറ്റസ്. ഇപ്പോൾ സെബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബോഡി കോർപ്പറേറ്റ് ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആൻഡ് പെർപെച്വൽ സക്സഷൻ. അപ്പോൾ ഓർത്തിരിക്കാം, സെബി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ 12th April 1988 ആസ് എൻ ഇൻറ്ററിം അഡ്മിനിസ്ട്രേഷൻ ബോഡി to promote orderly and healthy growth of security market and for investor protection. Okay, അപ്പോൾ ഫുൾ കംപ്ലീറ്റ് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ്, അതായത് ദ സെബി വാസ് ഗിവൺ ദ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഓൺ 30th Jan 1992 through an ordinance. But this ordinance was later replaced by an act of parliament known as ഏതാണ് the SEBI Act 1992. Okay, next we can see what are the reasons അല്ലെങ്കിൽ what are the objectives of forming SEBI. But the main reasons which leads to the formation of SEBI are manipulation of security prices. അതായത് companies manipulated the prices of securities in the stock market to push up the prices of securities. They tried to push up the prices artificially before the actual issue of securities in the market. അപ്പോൾ ഇതിനൊരു നിയന്ത്രണം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സെബി ഫോം ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. പിന്നെ വേറെ ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് റിഗ്ഗിംഗ് എന്ന് പറയും. അതായത് എ ഗ്രൂപ്പ് ഓഫ് സ്പെക്യുലേറ്റേഴ്സ് ബൈ ദ സെക്യൂരിറ്റീസ് ആൻഡ് ദേ വിൽ ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ് ദംസെൽസ് ടു പുഷ് അപ്പ് ദ സെയിൽസ്. അതായത് ഈ സ്പെക്യുലേഷൻസ് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സെബീൻ്റെ വരവ്. ദെൻ ഇൻസൈഡർ ട്രേഡിംഗ്, അനദർ റീസൺ. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ ദോസ് പീപ്പിൾസ് ഡയറക്ഷൻ, ദോസ് പീപ്പിൾസ് അതായത് ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് എക്സെട്ര who have some secret information about the company and who wish to take advantage of this secret information. അതായത് കമ്പനീനെ കുറിച്ചിട്ട് അവർക്ക് എല്ലാം അറിയാം. അപ്പോൾ ആ എവിടെ എന്തിന് കൂടും എന്ത് കുറയും എന്നുള്ളതൊക്കെ എല്ലാ സീക്രട്ട് ഇൻഫർമേഷനും മനസ്സിലാക്കി വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുക, സെക്യൂരിറ്റീസ് ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇതുകൊണ്ട് എന്താ, ഇതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയാം. സോ ദിസ് ഹേർട്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ജനറൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ജനറൽ ഇൻവെസ്റ്റേഴ്സിന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, അവർ ശരിക്കും വിഡ്ഢികളാവുക ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് വെരി എസെൻഷ്യൽ ടു ചെക്ക് ദിസ് ടെൻഡൻസി ആൻഡ് മെനി സ്റ്റെപ്സ് ഹാവ് ബീൻ ടേക്കൺ ടു ചെക്ക് ദ ഇൻസൈഡർ ട്രേഡിംഗ് ത്രൂ ദ മീഡിയം ഓഫ് സെബി. അപ്പം കമ്പനീസ്, അതേമാതിരി ഏജൻറ്റ്സ്, ബ്രോക്കേഴ്സ്, ഇവരൊക്കെയാണ് ശരിക്കും ഇൻസൈഡർ ട്രേഡിംഗ് നടത്തുന്നത്. അതായത് അവരെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് മുന്നേറുക ചെയ്യുന്നത്. അപ്പോൾ ദ ഇൻസൈഡേഴ്സ് who are privy to price sensitive information use such information for their advantage to make capital gains. അപ്പോൾ ഇത് ഒഴിവാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സെബി നിലവിൽ വന്നത്. മനസ്സിലായല്ലോ. അതായത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം. Then next, another one is delay. അതായത് delay in listing of securities and delay in settlement of dealings is also noticed. അപ്പോൾ ഈ ഡിലേ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടും ഈ സെബീൻ്റെ ഫോർമേഷൻ അതും കൂടിയാണ്, അത് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ ഉണ്ട്. ദെൻ ലാക്ക് ഓഫ് ഫെയർ ഡീലിങ്സ്, അതായത് ദർ വെർ നോ ഫെയർ ഡീലിങ്സ് ഇൻ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെബി വാസ് ഫോം ടു പ്രൊമോട്ട് fair dealings in issue of securities and to ensure that the capital market function efficiently, transparently and economically in the better interest of both the issuers and the investors. The major അല്ലെങ്കിൽ the main reason or objective of formation of SEBI is the protection of investors. അതായത് നമുക്കറിയാം, പ്രൊമോട്ടേഴ്സ് ഷുഡ് ബി ഏബിൾ ടു റേസ് ഫണ്ട്സ് അറ്റ് എ റിലേറ്റീവ്ലി ലോ കോസ്റ്റ്. അറ്റ് ദ സെയിം ടൈം ഇൻവെസ്റ്റേഴ്സ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം
unethical practices and their rights must be safeguarded so that there is a steady flow of savings into the market. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മീനിങ്ലെസ് in the absence of investors. So, therefore, it is very important to protect the interest of investors എന്നാണ് പറയുന്നത്. അതായത് there must be a proper regulation and code of conduct and fair practice by intermediaries to make them competitive and professional. But the protection of the interest of investors എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. Protecting them from the wrong information given by the companies in their prospectus. അതേപോലെ reducing the risk of delivery and payment etc. Okay, so hence the foremost objective of SEBI എന്ന് പറയുന്നത് that it is to provide security to the investors. Okay, then last point is lack of control over brokers. അതായത് നമുക്കറിയാം there is no proper control over the activities of the jobbers and brokers in the stock market. അതായത് many of the brokers have not professional standards. അപ്പോൾ it is important to keep an eye on the activities of the brokers and other middlemen in order to control the capital market. So to have a control over them, it is necessary to establish SEBI. Since its information, SEBI has been instrumental in bringing greater transparency in the capital issues. So under the umbrella of SEBI, അതായത് സെബിയുടെ ആ ഒരു അണ്ടറിൽ കമ്പനീസ് ഇഷ്യൂയിങ് ഷെയർസ് ആർ ഫ്രീ ടു ഫിക്സ് പ്രീമിയം പ്രൊവൈഡഡ് ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ ഇസ് മെയ്ഡ് ഇൻ ദി ഓഫർ ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, മനസ്സിലായല്ലോ എന്തൊക്കെ കാരണത്താലാണ് സെബി വരാനുള്ള കാരണം എന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഓക്കെ, so next we can see what are the functions of SEBI. അപ്പോൾ SEBI carried out its functions effectively and brought about immense changes in the environment of investment market to the benefit of the common investors. So the important functions are ശരിക്കും സെക്ഷൻ 11 പറയുന്നുണ്ട് സെബി ആക്ടിൽ ദർ ആർ മെയിൻലി 2 types of functions of SEBI. ഏതൊക്കെയാണ്? ഒന്ന് റെഗുലേറ്ററി ഫങ്ഷൻസ് വരുന്നുണ്ട്, സെക്കൻഡ് വൺ ഇസ് ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ്. അപ്പോൾ ഈ റെഗുലേറ്ററി ഫങ്ഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത്, ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. So the first one is it shall be the duty of the board അല്ലെങ്കിൽ SEBI to protect the interest of investors in securities and to promote, develop and to regulate the security market by taking appropriate measures. That is the first regulatory function, that is regulating the stock exchanges and any other security market. Okay, then second one is regulating the business in the stock exchanges and any other, registering and regulating the working of stock brokers, sub-brokers, share transfer agents, merchant bankers, underwriters, portfolio managers and such other intermediaries who may be associated with securities market in any manner. That is the second regulatory function, that is registering and regulating intermediaries. Okay, third one, registering and regulating the working of depositories, participants, custodians of securities, foreign institutional investors, credit rating agencies and such other intermediaries in the capital market. അതായത് പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി organizations. Okay, the next one is registering and regulating the working of venture capital funds and collective investment schemes including mutual funds. Then prohibiting fraudulent and unfair trade practices relating to stock market. അതാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് prohibiting insider trading എന്ന് പറഞ്ഞല്ലോ. Then regulating substantial acquisition of share and takeover of companies. Regulating substantial acquisition of shares and takeover of companies. And last one, levying fees or other charges for carrying out the purpose of this section. Levying fees or other charges, conducting research for the SEBI, then performing such other functions as may be prescribed. So these are the regulatory functions.
Then developmental functions എന്ന് പറഞ്ഞാൽ promoting investors education, training of intermediaries, നേരത്തെ പറഞ്ഞല്ലോ conducting research and publishing information useful to all market participants, and promotion of fair practices, promotion of self-regulatory organizations, etc. Okay, so these are the functions of SEBI. Next we can see what the establishment and management of SEBI. അതായത് SEBI Act provides for the establishment of a statutory board consisting of 6 members. അതായത് ആരൊക്കെയാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോർഡിലുള്ളതെന്ന് വെച്ചാൽ എ ചെയർമാൻ, then 2 members from amongst the officials of the ministries of central government dealing with finance and law, central governmentലെ 2 ministries, then 1 member from amongst the officials of the RBI, then 2 other members appointed by central government who are professionals and having experience or special knowledge relating to securities exchange. ഇങ്ങനെയാണ് 6 മെമ്പേഴ്സാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോർഡിൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ജനറൽ സൂപ്പറിൻറ്റൻഡൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ജനറൽ സൂപ്പറിൻറ്റൻഡൻസ് ഡയറക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ ബോർഡ് ഷാൾ വെസ്റ്റ് ഇൻ ദ ബോർഡ് ഓഫ് members which may exercise all powers and do all acts and things which may be exercised or done by the board. അപ്പോൾ എല്ലാം നോക്കി നടത്തുന്നത് ഇവരാണ്, ഈ ബോർഡാണ്. സോ ദ ചെയർമാൻ ഷാൾ ഓൾസോ ഹാവ് പവേഴ്സ് ഓഫ് ജനറൽ സൂപ്പറിൻറ്റൻഡൻസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദി ബോർഡ് ആൻഡ് മേ ഓൾസോ എക്സസൈസ് ഓൾ പവേഴ്സ് ആൻഡ് ഡു ഓൾ ആക്ട്സ് ആൻഡ് തിങ്സ് വിച്ച് മേ ബി എക്സസൈസ്ഡ് ഓർ ഡൺ ബൈ ദി ബോർഡ്. ഓക്കെ, ഇനി സെബിയും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ഇതെങ്ങനെയാണെന്ന് നോക്കാം. റിലേഷൻ വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സെബി റിസീവ്സ് ഗ്രാൻഡ്സ് ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ് ടു കണ്ടക്ട് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അതായത് ആക്ടിവിറ്റീസ് ഓഫ് സെബി ആർ ഫിനാൻസ്ഡ് ബൈ ഗ്രാൻഡ്സ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ് ഇൻ അഡീഷൻ ടു ഫീസ്, ചാർജസ് എക്സെട്ര കളക്റ്റഡ് ബൈ സെബി. അപ്പോൾ സെബി കളക്ട് ചെയ്യുന്ന ഫീസും ചാർജസും ഒക്കെ ഉണ്ട്. ഇത് കൂടാതെ ബാക്കി എല്ലാ ഫണ്ടും ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ് ഗ്രാൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക, ഗ്രാൻറ്റ്, ഫീസ്, ചാർജസ്, ഇതൊക്കെ ഏതിലേക്കാണ്? ഫണ്ട് കോൾഡ് ജനറൽ ഫണ്ട് ഇസ് ക്രിയേറ്റഡ് ആൻഡ് ഓൾ ദീസ് ഗ്രാൻറ്റ്സ്, ഫീസ്, ചാർജസ് എക്സെട്ര ആർ ക്രെഡിറ്റഡ് ടു ദിസ് ഫണ്ട്. And this fund is used to meet the expenses of the board and also to pay salaries of the staff, remuneration to the officers, members, etc. Okay, so central government has powers to issue directions to the board, to supersede the board if necessary, and to call for returns and റിപ്പോർട്ട്സ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ ഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് എന്തിനുള്ള അധികാരമുണ്ട്? എപ്പോൾ വേണമെങ്കിലും റിപ്പോർട്ട്സ് ആവശ്യപ്പെടാം. So the central government also gives necessary guidelines or make regulations and rules for SEBI. ക്ലിയർ ആണോ? അപ്പം അങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള റിലേഷൻ പറയുന്നത്. അതായത് ഫണ്ട് കൊടുക്കുന്നത്, ഗ്രാൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പം ഈ സെബി ജനറൽ ഫണ്ട് എന്നാണ് പറയുക. എല്ലാ ഫണ്ടും കൂടെ, അതായത് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടും ഫീസും ചാർജസൊക്കെ കളക്ട് ചെയ്യുന്നതുണ്ടാവുമല്ലോ സെബി, അതെല്ലാം കൂടെ അവർ ഒരു സെബി ജനറൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ക്രെഡിറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഫണ്ട് ഇസ് യൂസ് ടു മീറ്റ് ദി എക്സ്പെൻസസ് ഓഫ് ദ ബോർഡ് ആൻഡ് ടു പേ സാലറി ഓഫ് സ്റ്റാഫ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ ബോഡി. And central government has the powers to issue directions to SEBI board, supersede the board if necessary, and to call for returns and reports as and when necessary. So next we can see what are the various departments under SEBI. അതായത് ആക്ടിവിറ്റീസ് ഓഫ് സെബി ആർ ഡിവൈഡഡ് ഇൻ ടു 4 ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഏതൊക്കെയാണ്? ദ പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റ്, സെക്കൻഡറി മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇഷ്യൂ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറീസ് മാനേജ്മെൻറ്റ്. അപ്പം കറൻ്റ്ലി സെബി കൺസിസ്റ്റ് ഓഫ് ദീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഏതൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ദ പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ഓൾ പോളിസി മാറ്റേഴ്സ് ആൻഡ് റെഗുലേറ്ററി ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്രൈമറി മാർക്കറ്റ്. അപ്പോൾ ഈ പ്രൈമറി മാർക്കറ്റിൽ ദ ഡിപ്പാർട്ട്മെൻറ്റിൽ കാര്യമായിട്ട് വരുന്നത് പോളിസി മാറ്റേഴ്സ് ആൻഡ് റെഗുലേറ്ററി ഇഷ്യൂസ് ആണ്. അതായത് രജിസ്ട്രേഷൻ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് എക്സെട്ര. ദെൻ സെക്കൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിപാടി എന്താ? ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ടു ലുക്ക് ആഫ്റ്റർ ദ പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി സെക്കൻഡറി മാർക്കറ്റ്.
It also deals with the administration of major stock exchanges and matters related with it. മനസ്സിലായല്ലോ? അപ്പം കാര്യമായിട്ട് ഇത് ചെയ്യുന്നത് ഇറ്റ് ലുക്ക് ആഫ്റ്റർ ഓൾ ദ policy and regulatory issues for the secondary market, administration of the major stock exchanges and other matters related to it. Then third department is the issue management and intermediary department. അതായത് this department is they're responsible for vetting all prospectus and letters of offer for public issues, right issues, coordinating with the primary market policy for registration, regulation and monitoring of issue related intermediaries. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യുന്നത്? കാര്യമായി ദേ കൺസേൺ വിത്ത് ഇൻസ്പെക്ഷൻ ഓഫ് ഓഫർ ഡോക്യുമെൻറ്റ്സ് ആൻഡ് അതർ തിങ്സ് ലൈക്ക് രജിസ്ട്രേഷൻ, റെഗുലേഷൻ, മോണിറ്ററിങ് ഓഫ് ഇഷ്യൂ അല്ലെങ്കിൽ ഇഷ്യൂ റിലേറ്റഡ് ടു intermediaries. Okay. Then next department is the institutional investor, the mergers and എന്താണ് പറയുക, institutional investment department, mergers and acquisitions എന്ന് പറയും, research and public department. ഇവരുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ദേ ഫ്രെയിംസ് പോളിസീസ് ഫോർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് അതർ മാറ്റേഴ്സ് ലൈക്ക് publications, membership in international organizations, etc. മനസ്സിലായല്ലോ? Their main function is framing policy for foreign institutional investors. Then the next department is legal department. Legal department എന്ന് പറഞ്ഞാൽ it looks after all legal matters under the supervision of the general counsel. Then in addition to this, there are two more departments. Legal department, one more department is there. It is investigation department. ഇത് ഹെഡ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഇസ് ഹെഡഡ് ബൈ ഒഫീഷ്യൽസ് ഓഫ് ദ റാങ്ക് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. അപ്പോൾ ലാസ്റ്റ് വൺ ഇസ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇറ്റ് ക്യാരീസ് ഔട്ട് ദി ഇൻസ്പെക്ഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ ചീഫ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ. മനസ്സിലായല്ലോ? ഇത് കൂടാതെ രണ്ട് അഡ്വൈസറി കമ്മിറ്റീസ് ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഫോർ പ്രൈമറി മാർക്കറ്റ് ആൻഡ് അനദർ ഫോർ സെക്കൻഡറി മാർക്കറ്റ്. കമ്മിറ്റീസ് ആർ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് ഈ കമ്മിറ്റീസ് കൺസിസ്റ്റ് ഓഫ് പേഴ്സൺസ് ബിലോങ്ങിങ് ടു മാർക്കറ്റ് പ്ലേയേഴ്സ്, റെക്കഗ്നൈസ്ഡ് ഇൻവെസ്റ്റർ അസോസിയേഷൻസ് ആൻഡ് എമിനൻറ്റ് പേഴ്സൺസ് കണക്റ്റഡ് വിത്ത് ക്യാപിറ്റൽ മാർക്കറ്റ്. And advisory committee advise in matters related with framing of policies and regulations. Clear ആണോ? What are the various departments under SEBI? ഈ 6 ഡിപ്പാർട്ട്മെൻറ്റ്സ് പഠിച്ചു വെക്കുക. ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഒരു പ്രാവശ്യം നോക്കിക്കഴിഞ്ഞതാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് SEBI എന്തൊക്കെയാണ് വരുന്നത്? ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. As a result, there will be steady flow of savings into the capital market. Second function is to regulate the securities market and ensure fair practices by the issuers of securities like companies so that they can raise the required resources from minimum cost. The last one is promote efficient services by brokers, merchant bankers and other intermediaries so as to make them competitive and professional. Okay. So next we can see what are the powers of SEBI. Powers of SEBI എന്ന് പറയുന്നത് through the SEBI was constituted on 12th April 1988. It took almost 4 years for the government to bring about a separate legislation called SEBI Act 1992. അതായത് 1888 വന്നിട്ടുണ്ടെങ്കിൽ കൂടി സെബി ആക്ട് നിലവിൽ വരുന്നത് എപ്പോഴാണ്? 1992. സോ ദ ആക്ട് ഗ്യാരൻറ്റീഡ് കോംപ്രഹെൻസീവ് പവേഴ്സ് ടു സെബി. എന്തൊക്കെയാണ് ദ പവേഴ്സ് വെസ്റ്റഡ് ഇൻ സെബി അണ്ടർ സെബി ആക്ട് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, മെയിനായിട്ടുള്ളത് മാത്രം പറഞ്ഞു പോകുന്നതിൽ 11 പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ റിലേറ്റിംഗ് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഇൻറ്റർമീഡിയറീസ് നോക്കാം. SEBI has a wide power regarding the stock exchanges and intermediaries dealing in security. അതായത് സെബിക്ക് എന്തിനുള്ള പവർ ഉണ്ടെന്നാണ് പറയുന്നത്? ഇറ്റ് ക്യാൻ ആസ്ക് ഇൻഫർമേഷൻ ഫ്രം ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് ഇൻറ്റർമീഡിയറീസ് റിഗാർഡിംഗ് ദെയർ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഫോർ ഇൻസ്പെക്ഷൻ ഓർ സ്ക്രൂട്ടിനി ആൻഡ് അതർ പർപ്പസ്. ഓക്കെ. Then second one is relating to monetary penalties. അതായത് SEBI has been empowered to impose monetary penalties on capital market intermediaries and other participants for a range of violations.
It can even impose suspension of their registration for a short period. ഫൈന് ചുമത്താനും അതേപോലെ വേണമെങ്കിൽ കുറച്ച് കാലത്തേക്ക് അവരെ സസ്പെൻഡ് ചെയ്യാൻ വരെയുള്ള അധികാരം ആർക്കുണ്ട് എന്നാണ് പറയുന്നത്, സെബിക്ക് ഉണ്ട്. അതായത് പണിഷ്മെൻറ്റ് കൊടുക്കാനുള്ള. Then next, to initiate actions relating to function assigned. അതായത് സെബി ഹാസ് എ power to initiate actions in regard to functions assigned. The example ഇവിടെ തന്നിരിക്കുന്നത്, it can issue guidelines to different intermediaries or can introduce specific rules for the protection of interest of investors. The next one, under Securities Contract Act, for effective regulation of stock exchange, the Ministry of Finance issued a notification on 13th September 94, delegation several of its powers under a Securities Contract Act to SEBI. So these are the powers of SEBI. Next we can see Securities Appellate Tribunal, SAT എന്ന് പറയും. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് ആൻഡ് ഓൾസോ ടു പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻഡ് റെഗുലേറ്റ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ഫോർ ഓൾ അതർ കണക്റ്റഡ് മാറ്റേഴ്സ്. അതിന് വേണ്ടിയിട്ടാണ് ഈ സെബി നിലവിൽ വന്നത്. അപ്പോൾ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ബി റെസ്പോൺസീവ് ടു ദ നീഡ്സ് ഓഫ് 3 groups of people, അതായത് ഇഷ്യൂർ ഓഫ് സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. ഈ 3 കൂട്ടരെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടി സെബി ഹാസ് ക്വാസി ലെജിസ്ലേറ്റീവ്, ക്വാസി ജുഡീഷ്യൽ ആൻഡ് ക്വാസി എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്. അപ്പോൾ ദീസ് പവേഴ്സ് മേക്ക് സെബി എ വെരി പവർഫുൾ ബോഡി. An appeal process has been created to ensure accountability. So for the quasi judicial functions, there is a Securities Appellate Tribunal, which is a 3-member tribunal. A second എന്താ പറയുക, appeals directly to the Supreme Court. അപ്പോൾ ഈ SAT was formed in 1995 through a notification issued by central government and therefore a statutory body established under the provisions of section 15K of SEBI Act 1992 to hear and dispose of appeals against orders passed by SEBI or by an adjudicating officer under the Act and exercise jurisdiction, powers and authority conferred on the tribunal by or under this Act or any other law for the time being in ഫോഴ്സ്. അപ്പോൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ സാറ്റ് എന്ന് പറയുന്നത്, അതായത് സെക്യൂരിറ്റീസ് അപ്പാലറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 15K ഓഫ് സെബി ആക്ട് 1992. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഹിയർ ആൻഡ് ഡിസ്പോസ് ഓഫ് അപ്പീൽസ് അഗെയിൻസ്റ്റ് ഓർഡേഴ്സ് പാസ്ഡ് ബൈ സെബി ഓർ by an adjudicating officer under the Act and to exercise jurisdiction, powers and authority conferred on the tribunal. Okay, so the tribunal എന്ന് പറയുന്നത് it is a 3-member body composed of a presiding officer and 2 other members. Okay, അപ്പം ഇതിലുള്ളത് ആരൊക്കെയാണെന്ന് പറയുന്നത്, ഒരു പ്രിസൈഡിങ് ഓഫീസർ ഉണ്ടാവും, 2 members who are to be nominated by a notification by the central government. But the union government also reserves a right to notify as many SAT as is needed. അപ്പോൾ SAT has only one bench that sits at Mumbai and has jurisdiction all over India, and the SAT is not be bound by the procedure laid down by the Code of Civil Procedure 1908, but is be guided by the principles of natural justice and subject to other provisions of Depository Act 1996, and it has also powers to regulate its own procedure, including the places at which it shall have its sittings. Okay, അപ്പോൾ കോമ്പസിഷൻ ഓഫ് സാറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ്, സാറ്റ് കൺസിസ്റ്റ് ഓഫ് 1 presiding officer and 2 other members. A presiding officer of SAT shall be appointed by the central government in consultation with Chief Justice of India and his nominee. Then 2 members shall be appointed by the central government. Okay, അപ്പം അതൊക്കെ ഓർത്ത് വെച്ചോളാം. ദെൻ ക്വാളിഫിക്കേഷൻ ഓഫ് പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുന്നത്
He may be a sitting or retired judge of the Supreme Court, or a sitting or retired Chief Justice of High Court, or a sitting or retired judge of a High Court who has completed at least 7 years of service as a judge in a High Court. ഈ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഹി ഈസ് എ പേഴ്സൺ ഓഫ് എബിലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് സ്റ്റാൻഡിങ്, ആൻഡ് ഹി ഹാസ് ഷോൺ capacity in dealing with problems relating to securities market, and has qualification and experience of corporate law, securities law, finance, economics and accountancy. ഇനി ഇവരുടെ ടെന്യൂർ നോക്കുകയാണെങ്കിൽ പ്രിസൈഡിങ് ഓഫീസറുടെ ടെന്യൂർ എന്ന് പറയുന്നത് 5 years ആണ്. ആൻഡ് റീഅപ്പോയിൻമെൻറ്റ്, അതായത് ദ ടെന്യൂർ ഓഫ് പ്രിസൈഡിങ് ഓഫീസർ ഇസ് 5 years at a time, or reappointment or 68 years, whichever is earlier. The other members tenure എന്ന് പറയുന്നത് 5 years at a time, or reappointment, or 62 years, whichever is earlier. Next we can see what are the powers of SAT. SAT എന്ന് പറഞ്ഞാൽ എന്താ? സെക്യൂരിറ്റീസ് അപ്പാലറ്റ് ട്രിബ്യൂണൽ. അതായത് SAT shall have, for the purpose of discharging their functions under this Act, the same powers are vested in a civil court under the Code of Civil Procedure 1908. എന്തൊക്കെയാണോ അവിടെയുള്ള അധികാരങ്ങൾ സിവിൽ പ്രൊസീജിയർ കോഡിൽ സിവിൽ കോർട്ടിനുള്ള എല്ലാ അധികാരങ്ങളും ആർക്കുണ്ട് എന്നാണ് പറയുന്നത്? ഈ സാറ്റിനുണ്ട്. അതായത് സെക്യൂരിറ്റീസ് അപ്പാലറ്റ് ട്രിബ്യൂണലുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. സമ്മണിങ് ആൻഡ് എൻഫോഴ്സിങ് ദ അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ ആൻഡ് എക്സാമിനിങ് ഹിം ഓൺ ഓത്ത്, then requiring the discovery and production of documents, receiving evidence on affidavits, issuing commissions for the examination of witness or documents, reviewing its decisions, dismissing an application for default or deciding it ex parte, then setting aside any order of dismissal of any application for default or any order passed by it ex parte, and any other matters which may be prescribed. ഇനി അപ്പീൽ ടു സാറ്റ് പറയുന്നത് എനി പേഴ്സൺ അഗ്രീഡ് ബൈ an order of SEBI made under the Act, or by an order made by adjudicating officer under this Act, may prefer an appeal to a SAT having jurisdiction in the matter. അപ്പോൾ SEBI Act 1992 എന്താണെന്ന് നോക്കി വെക്കുക. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വി ക്യാൻ സ്റ്റാർട്ട് കമ്പനി മീറ്റിംഗ്സ്. അടുത്ത ദിവസം തുടങ്ങാം. താങ്ക് യു.